പിറ്റേ ദിവസം ജിസും ഈജനെ കാണുവാനായിട്ട് എത്തുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ആ ഒരു ദിവസവും കടന്നുപോയെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവൾ ഇപ്പോഴും അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളും സ്വയം കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾക്ക് അവളുടെ കണ്ണീരിനെ തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. നീ ബ്രേക്കപ്പ് ആക്കാമെന്നൊക്കെ പറഞ്ഞു പോയാന്ന് ഞാൻ നിന്നെ തടയുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കാതിരിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും നീ സൂയിസൈഡ് ചെയ്യുകയില്ലായിരുന്നു. എല്ലാത്തിനും കാരണം ഞാൻ മാത്രമാണെന്നൊക്കെ പറഞ്ഞ് അവളും അവന്റെ മുമ്പിൽ നിന്ന് കരയുന്നു. ഈജയും കുറച്ച് അകലെ നിന്നുകൊണ്ട് ഇതെല്ലാം തന്നെ കാണുന്നുണ്ടായിരുന്നു. അവൾ അവിടെ നിന്നും പോയെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും അവനും പതിയെ അവനെ അടക്കിയ സ്ഥലത്തേക്കൊക്കെ എത്തുകയാണ്. അങ്ങനെ ആ ഒരു ഫോട്ടോസൊക്കെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും അവിടെ അവന്റെ അമ്മ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയും നീ ആരാണെന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവനാകട്ടെ അവന്റെ അമ്മേനെ കാണുവാനായിട്ട് എത്തിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്നും പോകുവാനായിട്ട് നോക്കുന്നു. അവന്റെ അമ്മയും അവിടെയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഫോട്ടോസൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ വിഷമം വന്നിട്ട് ആരും കാണാതിരിക്കുവാനായിട്ട് ബാത്റൂമിലൊക്കെ പോയി കരയുകയാണ്. അവന്റെ പേര് വിളിച്ച് അമ്മ കരയുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും അവന്റെയും ചങ്ക് തകർന്നു പോകുന്നു. അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങിയിട്ട് വെളിയിൽ പോയിരുന്ന് കരയുന്നൊക്കെയുണ്ട്. നേരത്തെ അവന് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു പണമൊന്നും അവൻ ചിലവാക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പണമൊക്കെ അമ്മയ്ക്ക് കൊടുക്കുവാനായിട്ട് അവൻ തീരുമാനിക്കുന്നു. ഈ ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഈ ഒരു പണമൊക്കെ ഉണ്ടാക്കിയതെന്നും അമ്മ ഇത് മുഴുവനായിട്ട് ചെലവാക്കിക്കോ എന്നുമൊക്കെ അതിലും എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവരും ഡോറിന്റെ ലോക്കൊക്കെ തുറന്നിട്ട് അകത്തേക്ക് കടക്കുന്നുണ്ട്. അവിടെയാകട്ടെ അമ്മയും അവനും കൂടി നിൽക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നോൽക്കുവാനുള്ള ധൈര്യം പോലും അവനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു പണമൊക്കെ അവിടെ ഇട്ടേച്ച് അവനും പോകുന്നു. ഒരു ബോർഡിന്റെ മുകളിലായിട്ട് കാക്ക വന്നിരിക്കുമ്പോഴത്തേക്കും ആ ബോർഡും ചെറുതായിട്ടൊന്ന് ഇളകുന്നൊക്കെ ഉണ്ടായിരുന്നു. അവനും ഓടി വന്ന് ആ ബോർഡിന്റെ താഴെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും കാക്ക പറക്കുകയും ആ ബോർഡ് അവന്റെ തലയ്ക്ക് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ മരിച്ചു വീഴുന്നുണ്ടെങ്കിൽ പോലും അതവന്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഒരുപാട് തവണ ഇങ്ങനെ മരിച്ചു മരിച്ച് അവൻ സ്വപ്നത്തിൽ പോലും മരണമാണ് കാണുന്നതെന്നൊക്കെ ഓർക്കുകയാണ്. ജിസു എന്തായാലും പിന്നീടും അവനെ കാണുവാനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് നേരം വൈകിയത് കൊണ്ട് തന്നെ അവളെ കൊണ്ടേ ആക്കുവാനായിട്ട് അവനും എത്താമെന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് നടന്നു പോകുകയാണ്. ഇപ്പോഴാകട്ടെ നേരത്തെ അവൻ അവളുടെ കൈയും പിടിച്ച് നടന്നു പോയിട്ടുണ്ടായിരുന്ന സന്ദർഭമൊക്കെയാണ് ഓർക്കുന്നതും. ആളുകൾക്ക് എന്തുകൊണ്ടാണ് മരണത്തെ പേടിയുള്ളതെന്നറിയാമോ? മരിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് നാളെ എന്നൊരു ദിവസം കാണുകയില്ല. ഇപ്പോൾ അവനും മരണത്തെ ഭയന്നു തുടങ്ങിയിരിക്കുന്നു. നിന്റെ സ്റ്റോറിക്ക് ഒരു ഹാപ്പി എൻഡിംഗ് ആണോ ഉള്ളത് എന്ന് ജിസും അവനോട് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിംഗ് ഒക്കെ ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നൊക്കെ അവനും തിരിച്ചു ചോദിക്കുകയാണ്. അവന്റെ കഥ ഒരു ഹാപ്പി എൻഡിംഗ് ആകുവാനായിട്ടായിരുന്നു അവളും ആഗ്രഹിക്കുന്നത്. ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ ആകട്ടെ ഒരുപാട് ദുരന്തങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ്. അയാൾക്ക് വിഷമം വന്നപ്പോഴത്തേക്കും അയാളുടെ കൂടെ ആരും തന്നെ ഉണ്ടായിരുന്നുമില്ല. അതുകൊണ്ടായിരുന്നു അവൻ മരിച്ചിട്ടുണ്ടായിരുന്നതും. ഇപ്പോഴും അവൻ ഏത് ജന്മത്തിലാണ് ഉള്ളതെങ്കിലും എപ്പോൾ വേണമെങ്കിലും മരണം വരാമെന്നൊരു ചിന്തയായിരിക്കും അവനുണ്ടാക്കുക. ഏതെങ്കിലും ഒരാളുടെ ബോഡിയിൽ അവന് മരണത്തെ അതിജീവിക്കുകയാണെങ്കിൽ പോലും ഏത് നിമിഷവും ഭയന്നായിരിക്കും അവന് ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതത്തെ ജീവിതമെന്ന് എങ്ങനെയാണ് വിളിക്കുവാൻ സാധിക്കുക എന്നൊക്കെ അവളും ചോദിക്കുകയാണ്. നമുക്ക് നമ്മളായിട്ട് ജീവിക്കുവാൻ സാധിക്കുകയില്ല എങ്കിൽ നമുക്ക് എവിടെ നിന്നുമാണ് ഒരു സന്തോഷമെങ്കിലും കിട്ടുക എന്നൊക്കെ അവളും ചോദിക്കുന്നു. അങ്ങനെ അവൾ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവനും അവളെ തടയുകയാണ്. ചിലപ്പോൾ ഇന്നായിരിക്കും ഞാൻ അവസാനമായി ജീവിച്ചിരിക്കുന്ന ദിവസം. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാനായിട്ടുണ്ട്. ഞാൻ 7 വർഷമായിട്ട് ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗേൾ ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ ബെസ്റ്റ് കാണിച്ചു കൊടുക്കുവാനായിട്ടായിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും എനിക്കൊരിക്കലും അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് ഇതിനു മുമ്പ് നടന്ന മറ്റൊരു സംഭവം കാണിക്കുകയാണ്. ജിസു ആകട്ടെ ജിസുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഒരു ബാറിലൊക്കെ എത്തിയപ്പോഴത്തേക്കും അവിടെ ആയിരുന്നു അവൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വർക്കർ ആകട്ടെ മറ്റൊരു വർക്കറിനെ കാണിച്ചതിന് ശേഷം നീ ഇവനെ ബോയ് ഫ്രണ്ട് ആക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ ജിസു എനിക്ക് നേരത്തെ തന്നെ ഒരു ബോയ് ഫ്രണ്ട് ഉള്ളതാണെന്നൊക്കെ പറയുന്നു. ആ ഒരാൾക്കും ജിസുവിനെ ഡേറ്റ് ചെയ്യുവാനായിട്ട് 100 വട്ടം സമ്മതമായിരുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു ആ ഒരു ടേബിളിലേക്ക് ഓർഡറൊക്കെ എടുക്കുവാനായിട്ട് ഈജ എത്തുന്നത്. നീ ലുക്ക് നോക്കിയിട്ടാണോ ആളുകളെ സെലക്ട് ചെയ്യുന്നത്? അങ്ങനെ ലുക്ക് നോക്കി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിനക്ക് കഴിക്കുവാൻ പോലും ഫുഡ് കിട്ടാതെ പോകുകയേ ഉള്ളൂ എന്നൊക്കെ ആ ഒരു വർക്കർ പറയുമ്പോഴത്തേക്കും എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് സത്യമാണ്, ഇതാണ് എൻ്റെ ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നേരെ ചെന്ന് അവൻ്റെ കയ്യിലൊക്കെ പിടിക്കുകയാണ്. ഇവൻ ഹാൻസം അല്ലേ, അവൻ നല്ലതുപോലെ തന്നെ വർക്കും ചെയ്യും, അവൻ ഒരിക്കലും എന്നെ പട്ടിണിക്കാക്കുകയില്ല എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവളുടെ ഉള്ളിൽ അവൻ്റെ അടുത്തുള്ള ആ ഒരു കോൺഫിഡൻസ് നന്നായി തന്നെ കാണാമായിരുന്നു. ഞാൻ എത്ര മോശപ്പെട്ട സിറ്റുവേഷനിലാണ് ഉള്ളതെങ്കിൽ പോലും അതൊന്നും കാര്യമാക്കാതെ ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന ആളെന്നൊക്കെ അവളും തുറന്നു പറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ജിസുവിന്റെ ഓരോരോ പ്രത്യേകതകളെക്കുറിച്ചും അവൻ പറയുകയാണ്. അവൾ ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ ഇല്ലാതെ പോലും അവൾക്കങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുവാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അവളെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. എന്നെ പോലെയുള്ള ഒരാൾക്ക് വേണ്ടി അവൾ ഒരിക്കലും കരയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷെ എൻ്റെ തോന്നലെല്ലാം തന്നെ തെറ്റായിരുന്നു.
ഇപ്പോൾ പോലും ഞാൻ സ്നേഹിക്കുന്ന ഒരേ ഒരാൾ അവൾ മാത്രമാണെന്നൊക്കെ അവൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പണ്ട് ഈച്ചയും തന്നോട് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് അവൾ ഓർക്കുകയാണ്. അവളുടെ മുമ്പിലായിട്ട് ഈച്ച നിൽക്കുന്നതായിട്ട് പോലും അവൾക്ക് തോന്നുന്നു. അങ്ങനെ അവർ കരഞ്ഞുകൊണ്ട് പരസ്പരം നോക്കി നിൽക്കുകയാണ്. എനിക്ക് വിഷമം വരുന്ന സന്ദർഭങ്ങളിൽ എൻ്റെ കൂടെ ഇരുന്ന് കരയുന്ന ആൾക്കാരൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഞാൻ മരിച്ചു പോയത് കൊണ്ട് തന്നെ ക്ഷമ ചോദിക്കുവാനുള്ള അവസരമൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം എനിക്കറിയാം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കഥ അത് ഞാൻ ഉണ്ടാക്കിയെടുത്ത കഥയല്ല, മറിച്ച് എൻ്റെ ലൈഫിൽ ശരിക്കും നടന്നിട്ടുണ്ടായിരുന്ന കഥയാണ്. ഇതെൻ്റെ 7ാമത്തെ ജന്മമാണ്. ഞാനിപ്പോൾ ഉള്ളതും ഈ ഒരു മോഡലായിട്ടുള്ള വ്യക്തിയുടെ ശരീരത്തിനുള്ളിലാണ്. ആദ്യത്തെ മരണത്തിന് മുമ്പ് എൻ്റെ പേര് ഈജയെന്നായിരുന്നു എന്നൊക്കെ അവനും തുറന്നു പറയുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം, എങ്കിൽ പോലും നീ ഇത് വിശ്വസിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈച്ചയാണെന്ന് തുറന്നു പറഞ്ഞ് അവൻ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു കാർ അവരുടെ ഇടയിലേക്ക് എത്തുകയാണ്. ചെറിയൊരു സമയം കൊണ്ട് തന്നെ ആ കാർ രണ്ടുപേരെയും ഇടിക്കുന്നു. അവനാകട്ടെ മതിലിന്റെ ഇടയിലൊക്കെ പെട്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവൾ കാറിന്റെ അടിയിലേക്ക് പോകുകയും കാര്യമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാറൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നത് ടയ്യോ ആയിരുന്നു. പക്ഷെ ഒരു അപകടം നടന്നിട്ട് പോലും അവൻ ഒരു കൂസലുമില്ലാതെ സിഗരറ്റൊക്കെ വലിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഓരോ ജന്മത്തിലും തനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളുമായി അവൻ ഇതിനെ ബന്ധപ്പെടുത്തി നോക്കുന്നത്. അവന്റെ സെക്കൻഡ് ലൈഫിൽ ഒരാൾ പാരച്ചൂട്ടില്ലാതെ താഴേക്ക് ചാടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അയാളെ ഒരാൾ സ്പോൺസറിന് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ സ്പോൺസർ ചെയ്ത ആള് ഈ ടൈമും ആയിരുന്നു. അതുപോലെ ഇതിന് മുമ്പുണ്ടായിരുന്ന ലൈഫിൽ ടൈസങ് ഒരാളെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. റിയൽ ആയിട്ട് ആ ഒരു ആക്സിഡന്റ് നടത്തിയിട്ടുണ്ടായിരുന്ന ആള് ഈ ടയ്യു ആയിരുന്നു. ടയ്യു പറഞ്ഞിട്ട് തന്നെ ആയിരുന്നു ജിയങ് ടൈസങ്ങിനെ കൊന്നിട്ടുണ്ടായിരുന്നതും. ഇനി അതിന് മുമ്പുണ്ടായിരുന്ന ലൈഫിൽ അവൻ്റെ ഒരു ഗാങ്സ്റ്റർ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ ടൈം ഒരു ക്ലയന്റ് ആയിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ടൈമും കൊല്ലണമെന്ന് ആഗ്രഹിച്ച ആള് സ്വന്തം ചേട്ടൻ തന്നെ ആയിരുന്നു. അവന്റെ കൊലപാതകമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ആക്സിഡന്റ് ആണെന്ന് മാത്രമേ തോന്നിക്കാവൂ എന്നൊക്കെ ടൈം പ്രത്യേകമായിട്ട് അവരോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഇനി നടന്ന കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു കഥയിലെ വില്ലൻ ടയ്യു ആണ്. ഈജ ആദ്യമായിട്ട് കയറിയിട്ടുണ്ടായിരുന്ന ബോഡി ടയ്യുവിന്റെ ബ്രദർ ആയിട്ടുള്ള ചിൻറ്റയുടെ ആയിരുന്നല്ലോ. ആ ഒരു ചിൻറ്റേനെ കൊല്ലുവാനായിട്ട് പ്ലാൻ ചെയ്തത് ടയ്യു ആയിരുന്നു. കൊല്ലുവാനായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത് അവൻ 4ാമതായിട്ട് കയറിയ ശരീരത്തിന്റെ ഓണറിനെ ആയിരുന്നു. ഇനി അവൻ 2ാമതായിട്ട് കയറിയിട്ടുണ്ടായിരുന്ന ശരീരത്തിന്റെ ഓണറായിട്ടുള്ള ജെയ്സോബും അതുപോലെ തന്നെ അതിനുശേഷം കയറിയിട്ടുണ്ടായിരുന്ന ടൈസങ്ങും മരിക്കുവാനായിട്ടുള്ള കാരണവും ടയ്യു തന്നെയാണ്. ജെയ്സോബിനെ ആകട്ടെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം തന്നെ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവന് കുറെ പണമൊക്കെ നൽകാമെന്ന് പറഞ്ഞത് കൊണ്ടായിരുന്നു അവൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതേസമയം ടൈസങ് ആകട്ടെ ഇനിയെങ്ങാനും അവൻ ചെയ്ത കൊലപാതകം വെളിയിലാകുമോ എന്നൊക്കെ സംശയമുള്ളത് കൊണ്ടായിരുന്നു ജിയങ്ങിനെ കൊണ്ട് ടൈസങ്ങിനെ കൊല്ലിച്ചിട്ടുണ്ടായിരുന്നത്. അവനും ഇപ്പോൾ കാറിനെ കുറിച്ച് മാത്രമാണ് നോക്കുന്നത്. അവന്റെ ഒപ്പം അഡ്വക്കേറ്റും ഉണ്ടായിരുന്നു. കാറിന്റെ ടയറാകട്ടെ ജിസുന്റെ തലവഴി ആയിരുന്നു കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അപ്പോഴേ മരണപ്പെട്ടു. അവളുടെ ബോഡി നോക്കിയതിനു ശേഷം അവനെ നോക്കി കഴിയുമ്പോഴത്തേക്കുമായിരുന്നു അവൻ ഇപ്പോഴും ജീവനുള്ള കാര്യമൊക്കെ ടയ്യു മനസ്സിലാക്കുന്നത്. നിന്നെ മരിക്കുവാനായിട്ട് ഞാൻ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ടയ്യുവും കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. അങ്ങനെ 7ാമത്തെ ജന്മത്തിലും അവൻ മരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ്സ് ആയിട്ട് ആക്സിഡന്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് യഥാർത്ഥത്തിൽ ഈ ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ 7ാമത്തെ ജീവിതവും അവസാനിച്ച് അവൻ തിരിച്ചെത്തുകയാണ്. ഈ ഒരു ജന്മത്തിലായിരുന്നു അവൻ ശരിക്കും ചെയ്ത തെറ്റൊക്കെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. കൂടെ നിൽക്കുവാൻ ആൾക്കാരുണ്ടായിട്ടും അവരുടെ കൂടെ നിൽക്കാതെ അവൻ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചൊക്കെ ഓർത്ത് പശ്ചാത്താപിച്ച് അവൻ മുന്നോട്ട് പോകുവാനായിട്ട് നിന്നതായിരുന്നു. പക്ഷേ ടയ്യുവിനെ കൊല്ലുവാനുള്ള ദേഷ്യമൊക്കെ അവൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനു മുമ്പ് മരണത്തെ കൊല്ലണമെന്ന് അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവനും നീ ഇതൊക്കെ എൻജോയ് ചെയ്യുക ആയിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തിന്റെ നേരെ തോക്കും ചൂണ്ടി നിൽക്കുകയാണ്. ആ ഒരു സീനോട് കൂടി ഡച്ച് ഗെയിമിന്റെ 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. 4ാമത്തെ എപ്പിസോഡ് മാത്രമല്ല, സീസൺ 1 ആണ് അവസാനിക്കുന്നത്. ഇനി ഇതിന്റെ സീസൺ 2 ജനുവരി തുടക്കത്തിൽ ഇറങ്ങുന്നതായിരിക്കും. അതിലും ഇതുപോലെ 4 എപ്പിസോഡ്സ് ആയിരിക്കും ഉണ്ടാക്കുക. സോ നമുക്കിതിന്റെ സീസൺ 2 എത്രയും വേഗം കാണാം. ബൈ.